ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കായ്പോളയാണ്. അതിനുള്ള ഇൻഗ്രീഡിയൻസ്: ചെറുതായി നുറുക്കിയ ഏത്തപ്പഴം, അണ്ടിപ്പരിപ്പ്, ചെറുതായി നുറുക്കിയ ബദാം, മുന്തിരിക്ക വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമ്മളിവിടെ ബദാമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ചതച്ച ഏലക്ക, പിന്നെ ആവശ്യത്തിന് വേണ്ടുന്ന പാല്, പഞ്ചസാര, 1 കപ്പ് പഞ്ചസാര, പിന്നെ 5 കോഴിമുട്ട. ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ ബനാന ഫ്രൈ ചെയ്യുന്നതിനാവശ്യമായ നെയ്യ്. നമുക്കിനി പാൻ അടുപ്പിലേക്ക് വെച്ച് നന്നായി ചൂടായതിന് ശേഷം ആവശ്യത്തിന് വേണ്ടുന്ന നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ഏകദേശം 2-3 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് നന്നായി ചൂടാവണം. നമ്മൾ ഏകദേശം 3 സ്പൂൺ നെയ്യോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ചൂടായ നെയ്യിലേക്ക് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂവും ബദാമും നന്നായിട്ട് വറുത്ത് കോരിയെടുക്കാം. നമുക്ക് വേണമെങ്കിൽ കാഷ്യൂവിൻ്റെ കൂടെ മുന്തിരിങ്ങയും കൂടെ ചേർക്കാം. നമ്മളിവിടെ ഇപ്പം മുന്തിരി ഇല്ലാത്തതുകൊണ്ട് ബദാമാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അത് രണ്ടും കൂടെ നന്നായി ഒരു ബ്രൗൺ കളറാകുന്നത് വരെ നെയ്യിലിട്ട് മൂപ്പിച്ച് കോരിയെടുക്കാം. അതിനുശേഷം അതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ബനാന, അതായത് ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഒരു ചെറിയൊരു നിറം മാറുന്നത് വരെ വഴറ്റണം. അതിനുശേഷം നമുക്കതിലേക്ക് അല്പം പഞ്ചസാരയും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. നന്നായി വഴറ്റി ഏകദേശം ഒരു ബ്രൗൺ കളറാകുമ്പോഴത്തേക്കും നമുക്ക് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഏകദേശം ഈ ഒരു പരുവമായപ്പോഴത്തേക്കും നമ്മൾ പഴം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തു. ഒന്ന് ചൂട് മാറുന്നത് വരെ മാറ്റി വെക്കണം. അങ്ങനെ നമ്മൾ എല്ലാം അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് 5 കോഴിമുട്ട ഉടച്ച് ചേർക്കുകയാണ്. അത് നിങ്ങളുടെ പഴത്തിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഇൻഗ്രീഡിയൻസ് കുറയ്ക്കുകയോ കൂട്ടുകയോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. നമ്മളിവിടെ 5 കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. 5 കോഴിമുട്ടയും ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ടത്, ഞാനിവിടെ ഏകദേശം 3/4 ഗ്ലാസ് പാലാണ് എടുത്തിരിക്കുന്നത്. പാലും ചേർത്ത് കൊടുത്തു. പിന്നെ 1 കപ്പ് പഞ്ചസാരയിൽ നേരത്തെ ബനാന വഴറ്റിയപ്പം കുറച്ച് പഞ്ചസാര നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള പഞ്ചസാര ഇപ്പോൾ നമ്മൾ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ചതച്ച് വെച്ച ഏലക്കായും 1 നുള്ളു ഉപ്പും ചേർത്ത് കൊടുത്ത് മിക്സിയിൽ നന്നായി അടിച്ചെടുത്തു. ആ പഞ്ചസാര അലിയുന്നത് വരെ നല്ല രീതിയിൽ മിക്സിയിൽ അടിച്ചെടുത്തു. പിന്നെ നമ്മൾ നേരത്തെ വഴറ്റി ചൂട് മാറിയ നമ്മുടെ പഴം മിക്സ് അതിലേക്ക് ചേർത്ത് നന്നായി യോജിപ്പിക്കുക. നല്ല രീതിയിൽ അതിലേക്ക് യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ പാൻ അടുപ്പിൽ വെച്ച് നന്നായി ചൂടായതിന് ശേഷം കുറച്ച് നെയ്യ് തടവി അത് നല്ല രീതിയിൽ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് നല്ല രീതിയിൽ ചൂടായതിന് ശേഷം നമ്മളിത് എടുത്ത് വെച്ചിരിക്കുന്ന മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിത് ചേർത്ത് കൊടുത്തപ്പോൾ തന്നെ നമുക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു, ഇതെന്തായി വരുമെന്ന്. നിങ്ങൾക്കത് വഴിയെ കാണാം ഗൈസ്. അങ്ങനെ നമ്മൾ ബാറ്റർ അതിലേക്ക് ചേർത്ത് കൊടുത്തു, അടച്ചു വെച്ചു. ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നമ്മൾ വേവിച്ചു. ഏകദേശം ഒരു പകുതി വേവായി എന്ന് തോന്നിയപ്പോഴത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന ബദാമും അണ്ടിപ്പരിപ്പും അതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നീട് നമ്മൾ ഏകദേശം ഒരു 10 മിനിറ്റോളം പിന്നെയും അടച്ചു വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നന്നായിട്ട് അടച്ചു വെച്ച് ഏകദേശം ഒരു 10 മിനിറ്റോളം വേവിച്ചു ഗൈസ്. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പം ചെറിയൊരു ട്വിസ്റ്റ്, ഇത് വെന്തിട്ടില്ല ഗൈസ്. അപ്പോൾ നമ്മൾ കരുതി ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് ഒരു തവ എടുത്തൊന്ന് ഫ്ലിപ്പ് ചെയ്യാമെന്ന്, മൊത്തത്തിൽ കരിഞ്ഞ് നാശമായിപ്പോയി ഗൈസ്. പിന്നെ നമ്മൾ അതിൻ്റെ കരിഞ്ഞ പോർഷൻസ് എല്ലാം മാറ്റി ബാക്കിയുള്ളതെടുത്ത് നമ്മൾ കടായിലോട്ടിട്ട്
ചിക്കി എടുത്തു. വെറുതെ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് അത് വേസ്റ്റാക്കി കളയണ്ടല്ലോ എന്ന് കരുതി കരിഞ്ഞു പോയ ഭാഗം എല്ലാം മാറ്റിയിട്ട് നമ്മൾ ചിക്കി എടുത്തു ഗൈസ്. എന്നാലും ടേസ്റ്റ് വൈസ് ഒരു കുഴപ്പമില്ലായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ കഴിച്ചു. പിന്നെ നമ്മുടെ എല്ലായ്പ്പോഴും എല്ലാം ശരിയായി വരണമെന്നൊന്നും ഇല്ലല്ലോ. ചിലയിടത്ത് ശരിയാവും, ചിലയിടത്ത് ശരിയാവില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്യണേ ഗൈസ്.